ഒരു സിമ്പിൾ മിൽക്ക് കേക്ക് ആട്ടോ ഇന്നത്തെ റെസിപ്പി. ഞാൻ വലിയ ബേക്കിംഗ് പുലിയൊന്നുമല്ല കേട്ടോ, തട്ടിക്കൂട്ടായിട്ട് കുറച്ച് കേക്ക്സ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാക്കുന്നല്ലാതെ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 4 മുട്ട എടുക്കുക. ഫ്രിഡ്ജിൽ വെച്ച മുട്ടയാണെങ്കിൽ ഒന്ന് പുറത്ത് വെച്ച് തണുപ്പ് പോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നുകിൽ പൊടിച്ച പഞ്ചസാര, അല്ലെങ്കിൽ പൊടിക്കാത്താണെങ്കിലും കുഴപ്പമില്ല. 1/2 കപ്പ് പഞ്ചസാര കേട്ടോ വേണ്ടത്. അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുക. അങ്ങനെ കുറച്ച് പഞ്ചസാരമായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും, നല്ലൊരു ഫ്രോത്തി ടെക്സ്ചറായിട്ട് വരും. ആ ഒരു ടൈമിൽ ഒരു ടീസ്പൂൺ വെനില എസൻസ്, മുട്ടൻ്റെ ടേസ്റ്റ് മാറാൻ ഞാനിവിടെ പിസ്ത ഫ്ലേവറും കൂടി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോർമൽ കേക്ക് ഉണ്ടാക്കുന്നെങ്കിൽ ആ ഫ്ലേവർ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്യുക. പിന്നെ അടുത്ത പരിപാടി, ഞാൻ ചെറിയൊരു അബദ്ധം കാണിച്ച് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു കേട്ടോ, ആ അബദ്ധത്തിനെ കൊണ്ട് എന്താ പണി കിട്ടിയെന്നുള്ളത്. പിന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ നല്ലോണം അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ കേക്ക് സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ. അങ്ങനെ അരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ അരിച്ച് കഴിഞ്ഞാൽ ഈ മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൾഡ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ, പിന്നെ കേക്ക് തീരെ പൊന്തൂല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ട് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് മെല്ലെ എടുത്താൽ മതി കേട്ടോ. ഏറ്റവും നല്ലത് ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നതാണ്. പിന്നെ ഏതെങ്കിലും ഒരു ബേക്കിംഗ് ട്രേയോ അല്ലെങ്കിൽ കേക്ക് ടിന്നോ എന്താണെങ്കിലും കുഴപ്പമില്ല, നല്ലോണം ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെക്കുക. ഇതിപ്പോൾ മിൽക്ക് കേക്ക് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുന്നതേ ഉള്ളൂ, കാരണം ഡയറക്റ്റ് നമ്മൾ ഇതിൽ തന്നെയാണല്ലോ സെർവ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്നിങ്ങനെ മുട്ടിക്കൊടുത്തിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ. ഞാൻ ഓവനിൽ പ്രീ ഹീറ്റ് ചെയ്ത 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ്. സ്റ്റവ് ടോപ്പിൽ നമ്മൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ 25 മിനിറ്റ്സ്. പിന്നെ മിൽക്ക് കേക്ക് പറയുമ്പോൾ മിൽക്കാണല്ലോ പ്രധാനം. ആദ്യം ഫ്രഷ് ക്രീം എടുക്കുക. ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം എടുക്കുക. അതായത് നമ്മൾ 200 ഗ്രാമൊക്കെ ആണെങ്കിൽ അത് ഫുൾ ഒഴിച്ചാലും കുഴപ്പമില്ല. പിന്നെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡിൻ്റെ മധുരം കുറച്ച് കുറവാണ് വേണ്ടെങ്കിൽ അത് കുറച്ചാൽ മതി. പക്ഷേ മിൽക്ക് കേക്ക് എന്ന് പറയുമ്പോൾ പൊതുവേ നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ളതാണല്ലോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒന്നുകിൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് അല്ലെങ്കിൽ ഒരു കപ്പ് മിൽക്ക് കുറുക്കിയിട്ട് 1/2 കപ്പ് ആക്കണം. അതിന് പകരം ഞാനിവിടെ ഒരു സിമ്പിൾ സ്റ്റെപ്പ് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടു. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊരു സീക്രട്ട് ടിപ്പാട്ടോ, വേണമെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തോ. അല്ലെങ്കിൽ പാല് കുറുക്കി എടുത്താലും മതി, അല്ലെങ്കിൽ ഗൾഫിലൊക്കെ ആണെങ്കിൽ ഇവാപ്പറേറ്റഡ് മിൽക്കൊക്കെ ഈസി ആയിട്ട് കിട്ടും, അത് യൂസ് ചെയ്താൽ മതി. അപ്പം മിൽക്ക് പൗഡർ ഇട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ആ പൗഡർ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കും. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ പിസ്ത ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ ഞാൻ പിസ്ത എസൻസ് വീണ്ടും ഈ ഒരു ലിക്വിഡിലും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ ഒരു പിസ്തൻ്റെ ആ ഒരു ഫ്ലേവറും ആ ഒരു സ്മെല്ലൊക്കെ കിട്ടുള്ളൂ. ചെറിയൊരു ഗ്രീൻ കളറൊക്കെ കാണണമല്ലോ, പിസ്തയല്ലേ. ഈ 3 ടൈപ്പ് ഓഫ് മിൽക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ട്രെസ്ലെച്ചസ് എന്ന് പേര് വന്നത് കേട്ടോ. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് മിൽക്ക് കേക്ക് എന്ന് പറയാം. ട്രെസ്ലെച്ചസ് എന്നൊക്കെ പറയുമ്പോൾ നാവൊക്കെ ഉളുക്കും. ഇതാണ് എൻ്റെ അബദ്ധം പറ്റിയത്. ഞാനില്ലേ തണുപ്പുള്ള പൗഡർ ഷുഗർ യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ കേക്ക് ഒന്ന് താന്നു പോയി. അപ്പം നിങ്ങൾ അതിൽ നിന്ന് പകുതി മിൽക്ക് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഒഴിച്ചിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ നമ്മൾ വിപ്പിംഗ് പൗഡർ എടുക്കുക, പാലൊഴിക്കുക, ബീറ്റ് ചെയ്യുക. ഇതിങ്ങനെ ഐസിങ് പോലെ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് തിക്കായിട്ട് ബീറ്റ് ചെയ്യുന്നത് നല്ലത്. ഏറ്റവും നല്ലത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതാട്ടോ. പൊതുവെ എല്ലാ ബേക്കേഴ്സും പറയുന്നത് ക്രീമാണ് നല്ലതെന്നാണ്. എനിക്ക് പിന്നെ ഈ ഒരു പൗഡർ യൂസ് ചെയ്ത ശീലമാണ്, ഞാൻ ചെയ്തതേ ഉള്ളൂ. നാട്ടിലെ വിപ്പിംഗ് പൗഡർ കുറച്ച് സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പൗഡർ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് കൂടുതൽ ഓവർ മധുരമാവും. അപ്പം ഞാനൊന്ന് പൈപ്പിംഗ് ശ്രമിച്ചതാണ് മിൽമൻ്റെ ബാഗിലൊക്കെ ആക്കിയിട്ട്. നമ്മളെ കൊണ്ട് ഈ പണിയൊന്നും നടക്കൂല. ഈ ഐസിങ് ഒക്കെ ഇല്ലേ, എനിക്ക് തീരെ അറിയില്ല. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഫ്ലോപ്പ് ആയപ്പോൾ അതേപോലെ വെച്ച് നോർമലായിട്ട് അങ്ങ് വരക്കാനങ്ങ് തുടങ്ങി. വെറുതെ എന്തൊക്കെയോ ഷേപ്പാക്കി. ആ നടുക്കുന്ന ചെറിയൊരു പീസ് കേക്ക് മിസ്സിങ് ഉണ്ട്. അത് ഇവിടുത്തെ ഒരു കുട്ടിപ്പട്ടാളം അങ്ങ് എടുത്തതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ക്രീം നല്ലോണം നമ്മൾ പുഡിങ് ആക്കുന്ന പോലെ അങ്ങ് ആക്കി. എനിക്കറിയില്ല ഈ ഷേപ്പൊന്നും ആക്കാൻ. അതിൻ്റെ ഒരു ഗ്ലാസ്സിനൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ ടൈം എവിടെയാണ്. അപ്പം നമ്മളിത് സെറ്റ് ചെയ്യാൻ വെച്ചു. അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് പിസ്താഷ്യോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ എപ്പോഴും കട്ട് ചെയ്തിട്ട് ആ ഒരു മിൽക്ക് ഒഴിച്ചിട്ടാട്ടോ സെർവ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പകുതി മിൽക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞത്. പിന്നെന്ത് ചെയ്യുക, ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഒരു പ്ലേറ്റിലേക്ക് വെക്കുക. അതിൻ്റെ മേളിൽ കൂടെ ആ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ആ മിൽക്കിൽ ഇങ്ങനെ സോക്കായിട്ടുണ്ടല്ലോ, ഈ ഒരു കേക്ക് കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ ഒന്നും ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, നല്ല സ്വീറ്റ് ആയിട്ടുള്ള കേക്കാണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, വിപ്പിംഗ് ക്രീം ഒഴിക്കുന്നതിന് മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കൂലേ കേക്ക് തണുത്തിട്ട്, അപ്പോൾ കുറച്ചും കൂടി മിൽക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം നല്ല സോഫ്റ്റായിട്ട് സോഗി ആയിട്ടുള്ള അടിപൊളി കേക്കായിരുന്നു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നല്ല കേട്ടോ, പിസ്ത മിൽക്ക് കേക്ക്. അപ്പോൾ അധികം കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി, ഇത് അടിപൊളിയായിട്ട് സക്സസ് ആവും. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമ്മൾ ബേക്കറിയിൽ കിട്ടുന്ന കേക്കില്ലേ, അത് വെച്ചിട്ട് ഈ ഒരു പ്രോസസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലത്തെ ഈസി റെസിപ്പീസിന് ഫോളോ മൈ ഫുഡ് സ്റ്റോറീസ്.